നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഞമ്മന്റെ നേതാക്കൾ കഴിഞ്ഞേ എന്തുള്ളൂ, പ്രത്യേകിച്ച് തീവ്രവാദിയായ നേതാവ്. പാകിസ്ഥാന്റെ പൊതു സ്വഭാവമാണിത് എന്ന് ഇന്ത്യ പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്നതേ കണ്ടോ. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ പാകിസ്ഥാന്റെ ജാവലിൻ അത്ലറ്റ് അർഷാദ് നദീം ലഷ്കർ-ഇ-തോയ്ബ ഭീകരനൊപ്പമുള്ള വീഡിയോ പുറത്താണ്. ലഷ്കർ-ഇ-തോയ്ബ ഭീകരൻ മുഹമ്മദ് ഹാരിസ് ദാറിനൊപ്പമാണ് അർഷാദ് നദീം വീഡിയോയിൽ. അമേരിക്ക തീവ്രവാദിയായി പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ് ഹാരിസ്. ലഷ്കർ-ഇ-തോയ്ബ ഭീകരൻ ഫാഹിസ് സയ്യിദ് സൃഷ്ടിച്ച മിലി മുസ്ലിം ലീഗിന്റെ MML ജോയിന്റ് സെക്രട്ടറിയാണ് മുഹമ്മദ് ഹാരിസ് ദാർ പ്രവർത്തിക്കുന്നത്. 166 പേരുടെ മരണത്തിനിടയാക്കിയ നവംബർ 26 മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഹാഫിസ് സയ്യിദാണ് MML സ്ഥാപിച്ചത്. ഈ നേതാവിന്റെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. ഭീകരവാദ സംഘടന നടത്തുന്ന ചടങ്ങിലേക്ക് അർഷദിനെ എത്തിച്ച് കൂടുതൽ യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് ആകർഷിക്കുകയാണ് ലഷ്കറിന്റെ ലക്ഷ്യം. തലവഴ സൈഫുള്ള കസൂറിയും ഹാരിസും ചേർന്നാണ് ഫാൽക്കൺ ഫോറസ്റ്റ് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിനിടെയാണ് ഇവർ അർഷാദ് നദീമിനെ അഭിനന്ദിക്കാനെത്തിയത്. വീഡിയോ പുറത്തു വന്നതോടെ വ്യാപക വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. നദീം പാകിസ്ഥാനിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നതെന്ന് ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അവകാശപ്പെടുമ്പോൾ സുരക്ഷാ ഗ്രിഡ് വൃത്തങ്ങൾ കൂടിക്കാഴ്ചയുടെ സമയം സ്ഥിരീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പാരീസ് ഒളിമ്പിക്സിൽ അർഷാദ് സ്വർണം നേടിയതിനു ശേഷമോ അതിനു മുമ്പ് ക്യാമറയിൽ പതിഞ്ഞ ആശയവിനിമയം നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് അവർ പറയും. ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ പാകിസ്ഥാനിയായി നദീം ഓഗസ്റ്റ് 8 ചരിത്രം സൃഷ്ടിച്ചു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോ മത്സരത്തിൽ മഞ്ഞലോഹം നേടാനുള്ള രണ്ടാം ശ്രമത്തിലാണ് 27-കാരൻ 92.97 മീറ്റർ ദൂരം തൊട്ടത്. ഫൈനലിൽ നദീം 90 മീറ്റർ 2 തവണ കടന്ന് ഒളിമ്പിക് ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ അത്ലറ്റായി. ഈ ഇനത്തിൽ ഇന്ത്യയുടെ സ്റ്റാർ അത്ലറ്റ് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയിരുന്നു. ഒളിമ്പിക്സിന് ശേഷം നാട്ടിലെത്തിയ നദീമിന് ലാഹോർ വിമാനത്താവളത്തിൽ വൻ വരവേൽപ്പാണ് ലഭിച്ചത്. സർക്കാർ വിജയ പരേഡും ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.